ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു. ദുഃഖവെള്ളി ആചരിക്കുന്നതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പീഡാനുഭവ ചരിത്രവായന, കയ്പുനീരു രുചിക്കൽ, കുരിശു ചായ്ക്കൽ, പരിഹാര പ്രദക്ഷിണം എന്നിവ നടന്നു. കുരിശുമരണത്തിന്റെ ഓർമ്മകൾ പുതുക്കി കുരിശിന്റെ വഴി പ്രദക്ഷിണം, കുരിശാരാധന, പ്രത്യേക തിരുക്കർമ്മങ്ങൾ എന്നിവയും ദേവാലയങ്ങളിൽ നടന്നു. യേശു മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം പീലാത്തോസിന്റെ ഭവനത്തിൽ നിന്നും ഗാഗുൽത്ത മലമുകളിലേക്ക് കുരിശു വഹിച്ചുകൊണ്ട് നടത്തിയ പീഡാനുഭവ യാത്രയാണ് വിശ്വാസികൾ അനുസ്മരിക്കുന്നത്. ക്രിസ്തുവിന്റെ പീഡാസഹനത്തിന്റെ ഓർമ്മ പുതുക്കി കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രലിലെ രാവിലെ കുരിശിന്റെ വഴി നടന്നു. വൈകിട്ട് 5:30 പീഡാനുഭവ വായന, രാത്രി കബറടക്കം എന്നീ ചടങ്ങുകൾ നടന്നു. കോട്ടപ്പുറം രൂപതാ മെത്രാൻ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പംപ്ലാനി വചനപ്രഘോഷണം നടത്തി. കത്തീഡ്രൽ വികാരി ഡോക്ടർ ഡൊമിനിക് പിൻഹീറോ, സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. പീഡാനുഭവ ചരിത്രവായന, വചനപ്രഘോഷണം, കയ്പുനീരു രുചിക്കൽ, കുരിശു ചായ്ക്കൽ, പരിഹാര പ്രദക്ഷിണം എന്നിവ നടന്നു. ഇടവക വികാരി ഫാദർ ജോയ് പെരേപ്പാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കൈക്കാരന്മാരായ തോമസ് ചാക്കോള, ഷാജി വടക്കൻ, ബേസിൽ പടയാട്ടി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.